കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം വേണ്ട നമ്മൾ നെവാഡ ക്രോസ് ചെയ്ത് കാലിഫോർണിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാലിഫോർണിയയിലെ അഗ്രികൾച്ചറൽ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് നമ്മളൊരു പോർട്ട് ഓഫ് എൻട്രിയും പരിപാടികളും എല്ലാം ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി ഓരോ പാസഞ്ചർ വണ്ടികളും എല്ലാവരും തന്നെ അപ്പം നമ്മുടെ വണ്ടിയാണേലും കൊമേഴ്സ്യൽ വണ്ടിയാണേലും കാറുകളാണേലും എല്ലാം നിർത്തി നമ്മളെ ഈ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളൊന്നുമില്ലാന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമ്മുടെ നേരത്തെ പല വീഡിയോകളിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പോർട്ട് ഓഫ് എൻട്രി നമ്മളിവിടെ എത്താറായി. കാരണം കാലിഫോർണിയയുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഗ്രികൾച്ചറാണ്. അപ്പോൾ ഇഷ്ടംപോലെ കൃഷിയും പരിപാടികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നുള്ള ബാക്ടീരിയയും വൈറസും ഒന്നും കൊണ്ടുവന്ന് ഇവിടുത്തെ കൃഷിനെ അഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ടൈം സമയം 6:40 ആവുന്നതേ ഉള്ളൂ കേട്ടോ. ടെമ്പറേച്ചർ 29-30 ഡിഗ്രിയാണ് പുറത്ത്. അപ്പോൾ ഊഹിക്കാവല്ലോ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നായിരിക്കുന്നത്. സുഖമായിട്ടൊരു 40-45 ഡിഗ്രിയോളം പോകുവേ. അപ്പം ഇപ്പം നല്ല ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെപ്പോഴും ഒത്തിരി പെഡൽ ബ്രേക്കൊന്നും ഉപയോഗിക്കാതെ എൻജിൻ ബ്രേക്കിൽ തന്നെ വണ്ടി ഇറക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ ഇത്രയും ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ടും നമ്മൾ വണ്ടി നല്ല വെയിറ്റുള്ള വണ്ടി ആയതുകൊണ്ടും കാരണം ഫുൾ ലോഡാണേ. അപ്പോൾ നമ്മൾ ബ്രേക്കെല്ലാം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ടയേഴ്സ് കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ. കാലിഫോർണിയയുടെ വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് മുമ്പത്തെ ചില വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ കാറായിക്കോട്ടെ ട്രക്കായിക്കോട്ടെ നമ്മൾ എന്തിനെങ്കിലും ടോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ടോ ചെയ്യാന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ട് പോകില്ലേ. ഇപ്പം നമ്മൾ ട്രക്കുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രെയിലർ വലിച്ചുകൊണ്ട് പോകാണല്ലോ. അതുപോലെ തന്നെ കാറുകളൊക്കെ ഈ നമ്മുടെ RV കാരവാൻ വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് കാരവാനോ മറ്റെന്തെങ്കിലും ചെറിയ ട്രെയിലർ അവർ അറ്റാച്ച് ചെയ്ത് വലിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ സ്പീഡ് ലിമിറ്റ് 55 കിലോമീറ്റർ ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറും കേട്ടോ. സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പം ടോ ചെയ്യാത്ത വണ്ടികൾക്ക് സാധാരണ 65 അതിന് മുകളിലോ സ്പീഡ് ലിമിറ്റ്. കാലിഫോർണിയയിൽ 65 മുകളിൽ സാധാരണ സ്പീഡ് ലിമിറ്റ് വരാറില്ല, 65 വരെ വരാറുള്ളൂ. 65 പറയുന്നത് 65 എന്ന് പറഞ്ഞാൽ 65 മൈല് കേട്ടോ. 65 മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 105 കിലോമീറ്ററോളം വരും. ഈ ഒരു കാലിഫോർണിയയിലും നെവാഡയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മൊഹാവേ ഡെസേർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഏരിയ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രത്യേക തരത്തിലുള്ള ഒരു ചെടിയുണ്ടോ, കുറ്റിച്ചെടി പോലത്തെ, ഇത് ജോഷുവ ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഈ ഒരു മെയിൻലി ഈ ഒരു മൊഹാവേ ഡെസേർട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല.
നമ്മുടെ കാലിഫോർണിയയുടെ ആ ഒരു സിറ്റി പ്രദേശത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. കാലിഫോർണിയയുടെ കവാടം എന്നൊക്കെ പറയാൻ പറ്റുന്ന ബാർസ്റ്റോ എന്ന നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ നമ്മൾ ലോസ് ആഞ്ചലസിനും ഒക്കെ പോകുന്നത്. ഏകദേശം ഒരു 9:45 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ തേണ്ട ലോസ് ആഞ്ചലസിലേക്ക് പയ്യെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 96 കിലോമീറ്റർ കൂടെ ഉണ്ട് ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ഇച്ചിരി ലേറ്റാണ് കേട്ടോ, ഏകദേശം 3/4 മണിക്കൂറോളം സുഖമായിട്ട് ലേറ്റാണ്. എന്ന് വെച്ചാൽ നമ്മളിന്നിപ്പം ഈ ട്രിപ്പ് തുടങ്ങാൻ നേരത്തെ തുടക്കത്തിലെ നമ്മുടെ ജീപ്പ് ഒന്ന് പണി തന്നു. അതുകൂടാതെ ബോർഡറിൽ വന്നിട്ട് നമുക്ക് 2-3 മണിക്കൂർ ബോർഡറിൽ ഡിലേ ആയിട്ട് പോയില്ലേ, അതുകൊണ്ട് നമ്മൾ ഡിലേ ആണ്. നമ്മൾ ഡിസ്പാച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ 45 മിനിറ്റോളം ലേറ്റ് ആണെന്ന് കേട്ടോ. എത്രയും പെട്ടെന്ന് എന്നാലും പോയി ഡെലിവറി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ അർജുൻ ഭായ് ഇതേണ്ട 165 ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. എന്താ കഥ എന്നുള്ളത് പോയിട്ട് വരുമ്പോഴത്തേക്കും പറയാം നമ്മളോട്. ഈ കാണുന്ന യൂണിസ് എന്ന് പറയുന്ന ബോർഡ് കണ്ടോ, ഈ യൂണിസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് നമ്മളിപ്പോൾ ഡെലിവറിക്ക് വന്നേക്കുന്നത്. ഇത് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിനടുത്തുള്ള ബ്യൂണ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും ഈ യൂണിസിന്റെ വേറൊരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ ലോസ് ആഞ്ചലസിൽ തന്നെ. ഭയങ്കര കൺജഷനായിട്ട് നമ്മുടെ ഒരു ട്രക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാതെ ഇഷ്ടംപോലെ ട്രെയിലറും കണ്ടെയ്നറും ഒക്കെ ഇടുന്ന ഒരു സ്ഥലം. അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഒരു നൈറ്റ് മെയറാണ്. കാരണം നമ്മുടെ ഒരു ട്രക്കിനും ട്രെയിലറിനും ഉള്ള സ്ഥലമില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്ലീപ്പറാണ് പണി പാളി. കാരണം അവർ ഈ അവിടെ സാധാരണ ഗതിയിൽ നമ്മുടെ കണ്ടെയ്നറുകളിൽ, അതായത് ഈ ട്രെയിലറുകൾ മാത്രം ഊരിയിട്ടിട്ട് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഷണ്ടർ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യാൻ ഇടുകയും പിന്നീട് അയാൾ തന്നെ മാറ്റുകയും ചെയ്യുന്ന ഒരു പരിപാടിയുള്ളത്. നമ്മളെപ്പോലെ വളരെ കുറച്ച് ട്രക്കുകൾ മാത്രമേ ലൈവായിട്ട് ഇതുപോലെ കൊണ്ട് ബാക്കപ്പ് ഇട്ട് ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ ഷണ്ടിങ് ട്രക്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ലേ ഉള്ളൂ. നമ്മൾ ഈ സ്ലീപ്പറിനെ പോലെ ഇത്രയും നീട്ടമുള്ള ട്രക്കുമായിട്ട് ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് പണി വാളും കേട്ടോ. പക്ഷെ ഇതിപ്പോൾ എന്തായാലും സ്ഥലമൊക്കെ ഉള്ള ഒരു സ്ഥലം. നിങ്ങളെ പറഞ്ഞേ 144. ഓക്കെ, നമുക്ക് 144 ഡോക്ക് കിട്ടിയേക്കുക കേട്ടോ. നമ്മൾ വേണ്ട ഡോക്കിൽ ബാക്കപ്പ് എല്ലാം ഇട്ടു. അർജുൻ ഭായ് പറഞ്ഞ അതിൻ്റെ വണ്ടിക്ക് എന്തോ മറ്റേ അതായത് ലോഡ് എന്തോ ഇച്ചിരി പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. വേണ്ട ഈ കാണുന്ന പോലെ നമ്മുടെ ലോഡ് ഇച്ചിരി മറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇവർ പ്രോപ്പറായിട്ടല്ല സെക്യൂർ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ആക്കണം. അപ്പോൾ ആ ലോഡ് കുറേ മറിഞ്ഞു പോയത് ഇത് പ്രോപ്പറായിട്ടല്ല ഇവർ ലോഡ് ചെയ്തപ്പോൾ ലോഡ് എടുത്ത് വെച്ചിരുന്ന സിറ്റി ഡ്രൈവറെ പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്യണമായിരുന്നു. പിന്നെ വേറെ പാലലിലേക്ക് നമ്മളിതുപോലെ അടുക്കി കൊടുത്ത് പോകാൻ നല്ല ചൂടാണ്. നമ്മളങ്ങനെ ലോഡൊക്കെ എടുത്ത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും 44 ഡിഗ്രി സെൽഷ്യസ് ചൂടിലായി പണി മുഴുവൻ നമ്മൾ എടുത്തേട്ടോ. അത് അതിൻ്റെ അകത്താണെങ്കിൽ പ്രത്യേകിച്ച് എ സിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ട്രെയിലറിൻ്റെ അകത്ത്. അപ്പം ഇത് അടുത്ത ദിവസം രാവിലെ നമ്മൾ ഒൻറ്റാറിയോയിലെ ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി എടുക്കുന്നതാണ്. ഇന്നലത്തെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ നമ്മൾ ലോഡെല്ലാം ഇറക്കി ആ ചൂടത്ത് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രക്ക് സ്റ്റോപ്പിൽ വന്ന് കിടന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഏതാണ്ട് ലോഡുണ്ട്, ലോങ് ബീച്ച് കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലോഡുണ്ട് വിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കോള് വന്നു. അപ്പോൾ നമ്മൾ പയ്യെ അങ്ങോട്ട് പോവാം കേട്ടോ. പാർക്കിംഗ് എല്ലാം പേയ്മെന്റ് ചെയ്ത് നമുക്ക് നേരെ ലോങ് ബീച്ചിലേക്ക് പോവാം. ലോസ് ആഞ്ചലസിന്റെ മോർണിംഗ് വൈബ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന ഈ ട്രാഫിക് ആകട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു 8 മണി വരെ നമുക്ക് അനങ്ങാൻ പറ്റിയാൽ എങ്ങനെ നിരങ്ങി പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു ജോലിക്കൊക്കെ പോകാൻ നേരത്തെ വെളുപ്പിനെ 4 മണിക്കേ എണീക്കും. 5 മണിക്കും വെളുപ്പിനെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ആ സമയത്ത് പോകാൻ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടേലും ഒക്കെ പോയി കിട്ടി. വെളുപ്പിന് 5 മണി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആകട്ടോ ഒരു 8 മണി വരെ.
എന്തായാലും നമ്മൾ ഓടിച്ചൊരു ഇച്ചിരി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ട്രാഫിക്കിൻ്റെ ഫ്ലോ അങ്ങ് കണ്ടിന്യൂ ആയി കേട്ടോ. അങ്ങ് സ്റ്റക്കായി നിന്ന അവസ്ഥയിൽ നിന്ന് എന്തായാലും നന്നായി. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഒന്നും ഇല്ലാതെ ഇച്ചിരി സ്പീഡ് കുറഞ്ഞാലും മൂവിങ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് ആക്സിഡൻ്റ് ആയിട്ട് റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് തന്നെ അവിടെ അങ്ങ് ഇട്ടേക്കും. അത് വലിയ പ്രശ്നമാണ്. ഇതിപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡൊക്കെ റെഡിയാ, ആ ഡയറക്ഷനിലേക്ക് ലോങ് ബീച്ചിലേക്ക് വണ്ടി ഓടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 1.5 മണിക്കൂറായി. അപ്പം നിങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ഡിസ്പാച്ച് അയക്കാമെന്നാണ് അവൾ പറഞ്ഞിരുന്നത്, നമ്മുടെ ഡിസ്പാച്ചേ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അവളുടെ കണക്ക് കൂട്ടലിൽ ഇവിടെ എന്തായാലും ട്രാഫിക് ആണല്ലോ, അപ്പോൾ ചെല്ലാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ, നേരത്തേക്കും അയക്കാമെന്നുള്ള ഒരു ഇതായിരിക്കാം. കാരണം അവൾക്ക് ബ്രോക്കറുടെ അടുത്ത് നിന്ന് സാധനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ട്രാഫിക് ഇല്ലെങ്കിൽ നമ്മൾ വേണ്ടത് ഇപ്പോൾ എത്തും. ഇപ്പോൾ നമുക്ക് ലോഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ പാർക്കിംഗ് വലിയ പാടാണ് കേട്ടോ. എന്നാൽ നമുക്ക് പാർക്ക് അവൾ ഓടിച്ചോളാൻ പറഞ്ഞെങ്കിലും നമുക്കറിയാം ചിലപ്പോൾ ഇതിങ്ങനെ താമസിക്കും. നമുക്കവിടെ പാർക്ക് ചെയ്ത് കിടക്കാൻ പ്രോപ്പറായിട്ട് പാർക്കിംഗ് ഉണ്ടല്ലോ. ഇത് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിളിച്ചിട്ട് ചോദിക്കും ചിലപ്പം, നിങ്ങളിത് എവിടെ എത്തി, നിങ്ങളോട് ഓടിച്ചോളാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ എത്താത്ത, ഇനിയിപ്പോൾ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ലോഡ് ചെയ്യല, വേറെ ആർക്കെങ്കിലും ലോഡ് കൊടുക്കും, എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ അങ്ങനെ. ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പറഞ്ഞ പോലെ കേൾക്കുക, പറഞ്ഞ പോലെ ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ ഡിസ്പാച്ച് ചതിച്ചില്ല കേട്ടോ. നമുക്കുള്ള റിട്ടേൺ ലോഡ് ഓൾറെഡി കിട്ടിയിരിക്കുകയാണ്. നമ്മൾ സാധാരണ പോകാറുള്ള ഒരു ലൊക്കേഷനാണിത്. കാഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ഥലമേ, ഇത് ലോസ് ആഞ്ചലസിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കാഴ്സൺ. അപ്പോൾ കാഴ്സണിൽ നിന്ന് യൂസൺ ലോജിസ്റ്റിക്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു അടിപൊളി വെയർഹൗസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെയർഹൗസാണ്. അവിടെ ചെന്ന് സാധാരണ നമ്മൾ കൊണ്ടുപോകാറുള്ളത് ഓട്ടോമോട്ടീവ് വയറിംഗ് ഹാർനസ്, മറ്റേ ഈ വണ്ടികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ടുള്ള വയറിംഗ് ഹാർനസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ഒൻറ്റാറിയോയിലെ ഒരുമാതിരിപ്പെട്ട ജാപ്പനീസ് കാറിൻ്റെ അസംബ്ലിയിലേക്കെല്ലാം പോകുന്ന ഈ വയറിംഗ് ഹാർനസ് ജപ്പാനിൽ നിന്ന് വരുന്നത് ഈ യൂസൺ ലോജിസ്റ്റിക്സ് ആണ് കളക്ട് ചെയ്യുന്നത്. എനിക്കൊന്നും വേണ്ട, യാസാക്കി എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് കമ്പനിയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. എന്തായാലും അവിടെ എത്തിയിട്ടില്ല, നമുക്കിനി 47 കിലോമീറ്ററും കൂടെ ഉണ്ട് കാഴ്സണിലേക്ക്. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർസ്റ്റേറ്റ് 10 എന്ന് പറയുന്ന ഹൈവേ നിന്ന് ഇൻ്റർസ്റ്റേറ്റ് 605 എന്ന ഹൈവേയിലേക്ക് നമ്മൾ പയ്യെ തിരിയുകയാണ്. നമുക്ക് കാഴ്സണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂട്ടാണ് എടുക്കേണ്ടത്. കണ്ട നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരു ഓവർ സൈസ് ലോഡ് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് ഇത്. എന്നാ സാധനം കൊണ്ടുപോകുന്ന ട്രെയിലറാണെന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ കൊള്ളാം, രസമുണ്ടല്ലേ. റോഡ് സൈഡിലൊക്കെ നല്ല കിടുക്കൻ പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരേ രീതിയിലുള്ള പൂക്കൾ എല്ലാം വെച്ച് പിടിപ്പിച്ച് കാലിഫോർണിയ ബ്യൂട്ടിഫുള്ളാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഈ മൊത്തം ട്രാവൽ ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി സ്റ്റേറ്റാണ് കാലിഫോർണിയ കേട്ടോ. ഈവൻ കൾച്ചറൽ വൈസ് ആണെങ്കിലും ഈ ഒരു മെക്സിക്കൻ ലാറ്റിനോ കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ഈവനിങ്ങിലായാലും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നല്ല ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഞാനും അർജുൻ കൂടെ നമ്മളൊരു ബീച്ചിൽ കറങ്ങാൻ പോയ ആ വെഞ്ചൂറ ബീച്ച് എന്ന് പറഞ്ഞ ആ വീഡിയോ ഒക്കെ ഉണ്ടാവും. നല്ല പോസിറ്റീവായിട്ട് നല്ല രസമുള്ള ഒരു സെറ്റപ്പാണ്. എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ കൃഷിയും നിറയെ ഫ്രൂട്ട്സിൻ്റെ ആയിരിക്കും മിക്കവാറും കൃഷി. തന്നെയല്ല നല്ല നല്ല വരിയായി കൃഷി ചെയ്തേക്കുന്നത്. ഇപ്പം നട്ട്സും അറിയാമല്ലോ, നമ്മൾ സാധാരണ പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതല്ലേ, ഓറഞ്ച് കൃഷിയും നട്ട്സിൻ്റെ ഒക്കെ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത്. ഡ്രൈവിന് ശേഷം നമുക്ക് ലോഡ് എടുക്കാനുള്ള കാഴ്സണിൽ എത്തിയിരിക്കുകയാണ്.
കാഴ്സണിലെ യൂസൺ ലോജിസ്റ്റിക്സ് കേട്ടോ. ഉള്ള ബാക്കി പരിപാടികളും നോക്കാം. Turn right, then take the first right. ഇവിടുന്ന് എടുക്കുന്നു. ലെമൺ ടിക്കറ്റാ? Turn right, then take the first left. A load going to Kitchener, California. Sorry, Kitchener, Ontario, Canada. The live load? Live load, yeah. You're going over there? Yeah, going over there. Thank you. അപ്പോൾ ഈ ടിക്കറ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടെ കാലിഫോർണിയ കാഴ്സണിലെ യൂസൺ ലോജിസ്റ്റിക്സിൻ്റെ നമ്മൾ ലൈവ് ലോഡ് ചെയ്യുന്ന വെയർ ഹൗസ്. ഒരു വലിയ വെയർ ഹൗസ് ആണ്. ഒത്തിരി കണ്ടെയ്നറുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു വലിയ ഏരിയയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വെയർ ഹൗസ്. അപ്പം ലൈവ് ലോഡ് ചെയ്യുന്നത് ഇവിടെയാണെന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് പോയി ചെക്ക് ഇൻ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഡോർ നമ്പർ 89 കിട്ടിയേക്കും കേട്ടോ. നമുക്ക് ഡോർ നമ്പർ 89 പാർക്ക് ചെയ്യാം. ബ്രോ 89 ഫുള്ള് ക്ഷീണാണല്ലോ. 89 ഫുള്ള് ക്ഷീണാണല്ലോ ഒന്ന്. പെട്ടെന്നിട്ടാ തിരക്കില്ലാത്തതുകൊണ്ട് കയറ്റി കിട്ടും. കണ്ടെയ്നർ ആണോന്ന് ചോദിച്ചു. അവൻ ചേട്ടാ കണ്ടെയ്നർ ഒന്നും ഇല്ല, നമ്മൾ ലൈവ് ലോഡാണ്. ഈ കാണുന്ന 89 എന്ന് പറയുന്ന ഡോക്കിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ കണ്ടെയ്നറുകളുടെ ഒരു ലോകമാണ് ഈ യൂസൺ ലോജിസ്റ്റിക്സ് കാഴ്സണിൽ കേട്ടോ. അപ്പോൾ ഈ ഷിപ്പിൽ നിന്ന് വരുന്നതെല്ലാം ഇവിടെ ഇവർ കളക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള വലിയ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ജാപ്പനീസ് മാനേജ്മെന്റ് ആയിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലോഡെല്ലാം കയറിയിട്ടുണ്ട്. എൻ്റെ പേപ്പർ ലോഡ് ചെയ്ത ആൾ തന്നിട്ടുണ്ട്. നമുക്കത് അകത്ത് കൊണ്ട കൊടുത്ത് കറക്റ്റായിട്ടുള്ള പേപ്പർ വർക്ക് മേടിച്ചുകൊണ്ട് പോകാം. അതുകൊണ്ട് പേപ്പർ വർക്കും സീലും എല്ലാം നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് സീലും ചെയ്ത് പേപ്പർ വർക്ക് നമ്മുടെ ഡിസ്പാച്ചിന് അയച്ചു കൊടുത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം. നമ്മൾ വരുമ്പോഴത്തേക്ക് അർജുൻഭായ് വണ്ടി ഫുൾ ഫോർവേഡ് ചെയ്തിട്ട് ഡോറെല്ലാം അടച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമോട്ടീവ് വയറിംഗ് ഹാർനസ് എന്ന് പറയുന്ന ഓട്ടോ പാർട്ടാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തേക്കുന്നത് കേട്ടോ. അർജുൻ ഭായ്, ഞാൻ ഈയിടെ ചിന്തിക്കുമായിരുന്നേ, ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന കാര്യം ഒരു സാധനം ഈ ലോകത്തിൽ കണ്ടെയ്നേഴ്സ് ആയിരിക്കും. കാരണം നമ്മുടെ ഇവിടെ ഈ കാണുന്ന ഈ കണ്ടെയ്നറുകൾ തന്നെയാണ് നമ്മൾ ഈയിടെ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യമൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ കണ്ടത്. മറ്റേ അവിടെ വന്ന കപ്പലിലുണ്ടായിരുന്ന അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ മാനേജ്മെന്റ് ആലോചിച്ച് നോക്കുക. ഇവിടെയുള്ള കമ്പനികളുടെ കണ്ടെയ്നർ എവിടെയൊക്കെ പോകുന്നു, ആണ് എങ്ങനെയൊക്കെ അത് തിരിച്ച് കളക്ട് ചെയ്യുന്നു, അതൊക്കെ ഒരു വലിയ സംഭവം അല്ലേ. അല്ല സംഭവം ഒന്ന് ആലോചിച്ചാൽ ഇവിടുന്ന് ഒരു സാധനം കയറ്റി ഇവന്റെ കണ്ടെയ്നർ ഉഗാണ്ടയിലേക്ക് വല്ലതായിരിക്കും പോകണം. അപ്പൊ ഈ കണ്ടെയ്നറിന് ഒരു വില ഇട്ട് അത് ഇൻഷുറൻസിൽ റേറ്റ് കയറ്റിയിട്ടായിരിക്കും പോണേ അല്ലേ. കണ്ടെയ്നർ തിരിച്ചു വരുമ്പോഴായിരിക്കും പൈസ തിരിച്ചു. കണ്ടെയ്നേഴ്സ് മാത്രം റിട്ടേൺ വരുന്ന കപ്പലുകളും കാര്യങ്ങളും ഒക്കെ ആണോ? ശരിക്കും നമ്മുടെ ട്രക്കിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു വേറൊരു രീതി തന്നെ അല്ലേ. കുറച്ചുകൂടെ വൈഡർ സ്പ്രെഡ് ഏരിയയും കാര്യങ്ങളും തന്നെ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ ഈ കണ്ടെയ്നറിലെ ട്രക്കിങ്ങിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഇയർലി ചില സമയങ്ങളിലൊക്കെ അത് ഒരു സ്റ്റെബിലിറ്റി ഭയങ്കര കുറവാണ്. ചില സമയത്ത് മൊത്തത്തിൽ അടിയിൽ പോയി പോകും. അല്ല ഞാൻ ട്രക്കിങ്ങിന്റെ കാര്യമല്ല പറയുന്നത്. അല്ല അത് ആ മൊത്തം ഇൻഡസ്ട്രീനെ ബാധിക്കുന്നോണ്ടാണല്ലോ. കണ്ടെയ്നർ കമ്പനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കുറെ കണ്ടെയ്നർ മേടിച്ച് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് വിടുന്നു, അതൊക്കെ കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നത് അല്ല ഒരു വലിയ സംഭവം തന്നെയാണ്.
കാലിഫോർണിയയിലെ പൂക്കൾ പിടിപ്പിച്ചതിനെ കുറിച്ച് നേരത്തെ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. അതെ, നമുക്ക് എല്ലായിടത്തും ഉണ്ട് പൂക്കളും കാര്യങ്ങളൊക്കെ.